Hello everyone, welcome to Bilingual Tutorial. This is Maya Anandan. Today we are discussing part 3 of the past tense. We have already discussed simple past, past continuous, and today's topic is past perfect tense. And how we can write past perfect tense, it is by using had, past form of has or have. It is had plus V3. Okay, this is the form for past perfect had plus V3. Then see the first situation in which we can use past perfect. It is normally we use past perfect tense in a past situation that happened in past. That means past perfect is known as past in the past. Pastile past. That means if two actions happened in past, the first happened one or the earlier one should be written in past perfect. രണ്ട് ആക്ഷൻ പാസ്റ്റിൽ നടന്നെങ്കിൽ ആദ്യം നടന്നതിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം, രണ്ടാമത് നടന്നതിനെ സിമ്പിൾ പാസ്റ്റിൽ എഴുതാം. ഓക്കെ, സീ ദ എക്സാമ്പിൾ. ഫയർ ഹാഡ് ഡിസ്ട്രോയിഡ് ദ ഹൗസ് ബൈ ദ ടൈം ഫയർമെൻ അറൈവ്ഡ്. സോ ഫസ്റ്റ് ഹാപ്പൻ ചെയ്തത് എന്താ? ഹാഡ് ഡിസ്ട്രോയിഡ്, ആ വീട് കത്തി നശിഞ്ഞിരിക്കുന്നു. ബൈ ദ ടൈം ഫയർമെൻ അറൈവ്ഡ്, രണ്ടാമത് നടന്നത് ഫയർമെൻ വന്നു എന്നുള്ളത്. സോ ഫയർമെൻ വരുന്നതിന് മുമ്പ് തന്നെ ഫയർ ആ വീട് നശിപ്പിച്ചിരുന്നു. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. സോ ആദ്യം സംഭവിച്ചത് വീട് കത്തി നശിഞ്ഞു എന്നത് തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ദ ഫയർമെൻ അറൈവ്ഡ്. സോ ഫയർമെൻ സിമ്പിൾ പാസ്റ്റിലും ദെൻ വീട് കത്തി നശിഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റിലും. ഓക്കെ. Okay, then one point we have to add to the first one, it is we have already told that to say a story or to narrate an incident in a chronological order we can use simple past. But once we change that chronological order, if we need to narrate the continuation, we have to use past perfect because the first happened one should be in past perfect. Otherwise, if that chronological order is going on, we don't need to mind about the past perfect tense. But once we change that order, we have to narrate it by using past perfect. നമ്മൾ സാധാരണ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ പറയണമെങ്കിലോ ഒക്കെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എപ്പോഴെങ്കിലും ആ ഓർഡർ തെറ്റിച്ച് നമ്മളത് പറഞ്ഞു പോയാൽ പിന്നീട് അത് നറേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് പാസ്റ്റ് പെർഫെക്റ്റ്. എങ്കിലേ ആ ഓർഡർ കറക്റ്റ് ആവുള്ളൂ. ഫസ്റ്റ് ഹാപ്പൻ ചെയ്തത് പാസ്റ്റ് പെർഫെക്റ്റ്ലി പിന്നെ അതിൽ നറേറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, കീപ് ദാറ്റ് പോയിന്റ് ഇൻ യുവർ മൈൻഡ്. ഫസ്റ്റ് പോയിന്റിൻ്റെ കൂടെ പറയേണ്ടതായിരുന്നു. ദെൻ സീ ദ സെക്കൻഡ് വൺ. വി ഓഫൺ യൂസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് വിത്ത് വെർബ്സ് ലൈക്ക് ഹോപ്പ്, പ്ലാൻ, തിങ്ക്, എക്സ്പെക്ട് എക്സെട്ര ടു സേ ദാറ്റ് വാട്ട് വി ഹോപ്ഡ് ഓർ എക്സ്പെക്റ്റഡ് ടു ഡു കുഡിൻ ബി ഡൺ. നമ്മൾ എന്തോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു, അത് ചെയ്ത് തീർന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് ഹോപ്പ്, പ്ലാൻ, തിങ്ക്, എക്സ്പെക്ട് പോലുള്ള വേർഡ്സിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ചേർക്കണം. സീ ദ എക്സാമ്പിൾ. വി ഹാഡ് പ്ലാൻ ടു സീ റോസ് ഗാർഡൻ ബട്ട് വി ക്യാൻസൽ ദാറ്റ് പ്രോഗ്രാം ഫോർ വോണ്ട് ഓഫ് ടൈം. ഇവിടെ നോക്കുക, വി ഹാഡ് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അതുപോലെ നടന്നില്ല, ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഹാഡ് പ്ലാൻഡ് എന്ന് ചേർത്തു. ഓക്കെ, സോ ക്യാൻസൽഡ് ഹിയർ റിട്ടൺ ഇൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോ എടുത്താലും ഇത് കറക്റ്റാണ്. കാരണം ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു പിന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഹാപ്പൻഡ് വൺ എന്ന് പറയുന്നത് ഹാഡ് പ്ലാൻഡ് എന്ന് തന്നെയാണ്. സോ ഫസ്റ്റ് റൂൾ എടുത്താലും ഇത് കറക്റ്റാണ്. പക്ഷേ ഹിയർ ഈ വേർഡിനെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വി ക്യാൻ യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ഇറ്റ് ഇസ് the words, along with the words and phrases like after, before, as soon as, no sooner than, we can use past perfect. See, sometimes we can use simple past too. Along with these words, sometimes we can use simple past or past perfect. Okay, after, before, no sooner than, as soon as പോലുള്ള words and phrases ൻ്റെ കൂടെ simple past ഓ past perfect ഓ നമുക്ക് ചേർക്കാം. See the example. After he had got off the train, he walked towards the taxi. ഇവിടെ ഹാഡ് ഗോട്ട് ഓഫ്, ഫസ്റ്റ് നടന്ന ഇൻസിഡൻറ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലും സെക്കൻഡ് നടന്നതിനെ സിമ്പിൾ പാസ്റ്റിലും എഴുതിയിരിക്കുന്നു.
Okay, now we are moving to a new topic, past perfect continuous. Let's see when we can use past perfect continuous. Before that, see the form of past perfect continuous. It is had plus been plus ing. Subject plus had plus been plus ing is the form of past perfect continuous. See the situation in which we can use past perfect continuous. It is, we use past perfect continuous to talk about an activity or a situation that went on over a period of time in past, and that is until another activity or point of time in the past. പാസ്റ്റിൽ നടന്നൊരു കാര്യം, അതും ഒരു ആക്ടിവിറ്റി നടക്കുന്നത് വരെ മാത്രം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം വരെ മാത്രം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ആക്ഷനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ വി ക്യാൻ റൈറ്റ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, സീ ദ എക്സാമ്പിൾ. ഷീ ഗോട്ട് ദ അവാർഡ് last week and she had been expecting it. She had been expecting the award, and up to what time she has expected, it is she got the award last week. So up to last week she had expected it. Last week വരെ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് വീക്കിൽ അവാർഡ് കിട്ടിയെടുത്ത് അത് തീർന്നു, ആ പ്രതീക്ഷ തീർന്നു. അവിടെ വെച്ച് അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ ഹാഡ് ബീൻ ലിംപിങ് ആൻഡ് ഐ ഓഫേർഡ് ഹെർ എ ലിഫ്റ്റ് ഇൻ മൈ കാർ. ഹിയർ നടക്കാൻ ബുദ്ധിമുട്ടാണ് അവൾക്ക്. അത് എപ്പോൾ വരെ ഉണ്ടായിരുന്നു? ഐ ഓഫേർഡ് ഹെർ എ ലിഫ്റ്റ് ഇൻ മൈ കാർ. ഞാൻ എൻ്റെ കാറിൽ ലിഫ്റ്റ് കൊടുത്തെടുത്ത് ആ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാറിയിരിക്കുന്നു. സോ up to one incident is something happened or continued that can be written in past perfect continuous. Okay, next it is some comparisons we can make with past perfect continuous and other past tenses. See, while past perfect continuous highlights the continuity or duration of an action, the emphasis in past perfect is on completion of action or completion action. So ഈ എക്സാമ്പിൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് വാട്ട് ദിസ് പോയിന്റ് ഇസ്. സി ദീസ് ടു എക്സാമ്പിൾസ് വി നീഡ് ടു കമ്പയർ. എന്തായിരുന്നു പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹൈലൈറ്റ്സ് കണ്ടിന്യൂറ്റി ഓർ ഡ്യൂറേഷൻ ഓഫ് എൻ ആക്ഷൻ, ബട്ട് പാസ്റ്റ് പെർഫെക്റ്റ് എംഫസിസ് ഓൺ കംപ്ലീഷൻ. ദാറ്റ് മീൻസ് കംപ്ലീഷൻ ഓഫ് എൻ ആക്ഷൻ. See the example, John had been saving for last 3 years to buy a car. Here had been saving for last 3 years. A time period is continuing there. But see the next example, when he had saved enough money, he bought a car. Here the time period got end there where he got enough money. ആവശ്യമുള്ള പൈസ കിട്ടിയെടുത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള മണി കിട്ടിയെടുത്ത് ആ ആക്ഷൻ തീരുന്നു. ആൻഡ് ഹി ബോട്ട് എ കാർ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ്. Okay, then let's see one more comparison between past perfect continuous and past perfect. See, while we use past perfect continuous tense to say how long something has happened in past, the past perfect is used to say how many times somebody did something. So past perfect continuous പറയുന്നത് how long, എത്ര നേരം അല്ലെങ്കിൽ എന്തോരം കണ്ടിന്യൂറ്റി ഒരു പാസ്റ്റ് ആക്ഷൻ ഉണ്ടായിരുന്നു എന്നും, എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് പറയുന്നത് എത്ര പ്രാവശ്യം, how many times ഒരു വ്യക്തി ആ കാര്യം ചെയ്തു എന്നതുമാണ് പറയുന്നത്. See the example, she had been looking for that book 4 months. മാസങ്ങളായിട്ട് ഈ ബുക്ക് നോക്കി നടക്കുകയായിരുന്നു. Then I finally dismissed him. I had warned him several times. See, ഫസ്റ്റ് എക്സാമ്പിളിൽ 4 months ആണല്ലേ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാഡ് ബീൻ ലുക്കിംഗ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്നാൽ നെക്സ്റ്റ് വൺ നോക്കുക, ഫൈനലി ഡിസ്മിസ്ഡ് ഹിം. ഡിസ്മിസ് ചെയ്തു. കാരണം എന്താ? ഐ ഹാഡ് വോൺഡ് ഹിം സെവറൽ ടൈംസ്, പല പ്രാവശ്യം വോൺ ചെയ്തിരുന്നു. സോ ഹൗ മെനി ടൈംസ് ദ ആക്ഷൻ ഹാഡ് ബീൻ ഡൺ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ എത്ര, ഹൗ ലോങ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ജോൺ ഹാഡ് ബീൻ സഫറിങ് ഫ്രം ഫീവർ
when I called at his house. Then see the next one. John was suffering from fever when I called at his house. These two examples seem to be similar. അല്ലേ, രണ്ട് എക്സാമ്പിളും കാഴ്ചയിൽ ഒരേപോലെയാണ്. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഫസ്റ്റ് എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സെക്കൻഡ് എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലും. ആൻഡ് ഇറ്റ്സ് മീനിങ് ഓൾസോ ചേഞ്ചസ്. സോ ഫസ്റ്റ് സെൻറ്റൻസ് സേസ് when I visited him in his home, he was no longer feeling or suffering fever. But second sentence says, when I visited him at his home, he was suffering fever. Okay. ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ അവനെ വീട്ടിൽ ചെന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവന് പനിയില്ല, പക്ഷേ പനി ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് സെൻറ്റൻസിൽ അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ ചെന്ന് വിസിറ്റ് ചെയ്യുമ്പോഴും അവന് പനി ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു മീനിങ് ചേഞ്ച് അവിടെ വരുന്നുണ്ട്. കാഴ്ചയിൽ രണ്ടും ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും. ഓക്കെ, ആൻഡ് ഹിയർ എൻഡ്സ് ടുഡേയ്സ് ക്ലാസ്. ആൻഡ് പാസ്റ്റ് ടെൻസും ഇവിടെ തീരുവാണ്. ഫൈൻ ട്യൂണിലെ ബാക്കി ലെസൺസ് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. എല്ലാ ലെസൺസിൻ്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.